മഹിമേനെ വിളിക്കുന്ന ചന്ദ്രമതി വർഷ ഗർഭിണിയാണെന്നുള്ള വിവരം മഹിമേനെ അറിയിക്കുന്നതോടെ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇതിനിടയിൽ വർഷ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പറ്റിയും വർഷയുടെ തെറ്റിദ്ധാരണകളെപ്പറ്റിയും ശ്രീകാന്ത് സച്ചിയോടും രേവതിയോടും പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഇരുവരും ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയും വർഷയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് രേവതി പറയുകയും ചെയ്യുന്നു. ശേഷം ബിയർ കുടിക്കാൻ വിളിക്കുന്ന സുധിയോട് ശ്രീകാന്ത് സച്ചിയും ദേഷ്യപ്പെടുന്നു. പിന്നീട് നാളെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തണമെന്നും കുറച്ച് ദിവസം ലീവ് എടുക്കണമെന്നും പറയുന്ന ശ്രീകാന്തിനോട് വർഷ ദേഷ്യപ്പെടുന്നു. ശേഷം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ശ്രീകാന്ത് വാതോരാതെ സംസാരിക്കുകയും ദൈവം തന്ന ഈ കുഞ്ഞിനെ നശിപ്പിക്കരുതെന്ന് വർഷയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ വർഷയുടെ പെരുമാറ്റം ശ്രീകാന്തിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇതിനിടയിൽ ഒരു കുഞ്ഞുണ്ടാവാത്തതോർത്ത് വിഷമിക്കുന്ന രേവതിനെ സച്ചി ആശ്വസിപ്പിക്കുന്നു. ശേഷം ശ്രീകാന്തിനും വർഷയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ഇരുവരും സ്വപ്നം കാണുകയും വർഷ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് കരുതി സച്ചി രേവതിയോട് വർഷയ്ക്കൊപ്പം പോയി കിടന്നോളാനും അവളുടെ മേൽ നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണമെന്നും പറയുന്നു. ശേഷം മുറിയിലെത്തുന്ന രേവതി ശ്രീകാന്തിനെ സച്ചിക്കൊപ്പം പറഞ്ഞു വിടുകയും വർഷയ്ക്കൊപ്പം കിടക്കുകയും വർഷനെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരൊക്കെ തനിക്ക് കാവലിരുന്നാലും കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് വർഷ മനസ്സിലുറപ്പിക്കുന്നു. ഇതിനിടയിൽ ബിയറും കുടിച്ച് എന്നെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.